ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയാണ് ചെയ്യുന്നത്. കല്ലുമ്മക്കായ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ കറി, കണ്ണൂർക്കാരുടെ ഇഷ്ടവിഭവം, കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ കറിയാണ് നമ്മൾ ചെയ്യുന്നത്. വീഡിയോയിൽ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇവിടെ 2 പച്ചക്കായും കുറച്ച് കല്ലുമ്മക്കായും എടുത്തിട്ടുണ്ട്. കല്ലുമ്മക്കായ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചതാണ്. ഇത് പച്ച കല്ലുമ്മക്കായാണ്, വേവിച്ചെടുത്ത കല്ലുമ്മക്കായല്ല. കല്ലുമ്മക്കായ ഡയറക്റ്റായി തോടിൽ നിന്നും ഇറക്കിയെടുത്ത കല്ലുമ്മക്കായാണ്. ഇവിടെ പച്ചക്കായയുടെ തോലിയൊക്കെ കളഞ്ഞ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതാണ് ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കായ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള തക്കാളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് കുക്കറിൽ വെക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവുക ഡയറക്റ്റായി ചട്ടിയിൽ വെക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ അനുഭവപ്പെടും. കുക്കറിൽ 2 വിസിൽ വന്ന് ഒരു 15 മിനിറ്റോളം റെസ്റ്റ് എടുത്തതിന് ശേഷം ആണ് തുറന്ന് നോക്കുന്നത്. എന്നിട്ട് ഇതിലുള്ള കായ് ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന അരവ് തയ്യാറാക്കിയെടുക്കാം. അതിന് നമുക്ക് ആവശ്യമായ തേങ്ങ എടുത്ത് അതിലേക്ക് മഞ്ഞൾ പൊടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഈ അരവ് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കായിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരവിലേക്ക് ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിള വന്നതിന് ശേഷം നമുക്കിത് വെക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കല്ലുമ്മക്കായും കായും കൂടി ചേർന്നിട്ടുള്ള ഒരു കറിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരിക്കലെങ്കിലും ഇതുപോലെ കറി വെച്ചിട്ടില്ലാത്തവർ തീർച്ചയായും ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നതായിരിക്കും.
ഇതിലേക്ക് കറിവേപ്പിലയും ഇതിനെ ഈച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ടുന്ന വറവും കഴിച്ചതിന് ശേഷം നമുക്ക് ഈ കറി സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ഡിഷും ചോറ് കഴിക്കാൻ ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.